KPCC നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കോഴിക്കോട് മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരൻ, MK രാഘവൻ MP എന്നിവരുമായി DCC നേതൃത്വം ചർച്ച നടത്തും. എല്ലാ നേതാക്കളെയും ബഹുമാനിക്കുന്ന നിലപാടാണ് DCCക്കുള്ളതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് MP MK രാഘവനും KPCC മുൻ അധ്യക്ഷൻ കെ മുരളീധരനും കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. നിലവിലെ നേതൃത്വത്തിന്റെ നടപടികൾക്കെതിരായ അതൃപ്തി MK രാഘവൻ പൊതുവേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു. കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വിമർശനങ്ങൾ പോലും ഉൾക്കൊള്ളാതെ KPCC നേതൃത്വം താക്കീത് ചെയ്തത് ഇരുവരെയും ഏറെ ചൊടിപ്പിച്ചിരുന്നു. അതോടെ നേതൃതലങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കെ മുരളീധരനെയും MK രാഘവനെയും അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കം തുടങ്ങിയത്. KPCC പ്രസിഡന്റിന്റെ അറ്റാഷെ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറിമാർ, കോഴിക്കോട് DCC പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. DCC പുനഃസംഘടനയിൽ എല്ലാ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കുമെന്നും കെ മുരളീധരനും MK രാഘവനും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരുമായി ആലോചിച്ച് പട്ടിക സമർപ്പിക്കും. DCC പുനഃസംഘടനയുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ യോഗ്യതയുള്ള എല്ലാ ആളുകളും ഉണ്ടാവും. ആരെയും അവഗണിക്കില്ല. DCC എല്ലാ നേതാക്കളെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന രീതിയാണ് DCCയുടെ രീതി. കെ മുരളീധരനും MK രാഘവനൊക്കെ ഈ ജില്ലയിലെ ഏറ്റവും സീനിയറായ ആദരവുള്ള നേതാക്കളാണ്. അവരെ മാനിച്ചുകൊണ്ട് മാത്രമേ DCC മുന്നോട്ട് പോകുള്ളൂ. കോൺഗ്രസ് പുനഃസംഘടനയിൽ കെ മുരളീധരൻ, MK രാഘവൻ എന്നിവരുടെ അനുകൂലികളെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള പ്രശ്നപരിഹാരത്തിനാണ് ഔദ്യോഗിക പക്ഷം നീക്കം നടത്തുന്നത്. ഇവരെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള പട്ടികയായിരിക്കും DCC പുനഃസംഘടനയ്ക്കായി നാളെ KPCCക്ക് കൈമാറുക. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.